വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ശ്രദ്ധേയമായ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവല്ല. മറ്റു മണ്ഡലങ്ങൾ മോശമെന്നുള്ളതല്ല, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ എല്ലാവിധ ഭാവങ്ങളും ചാർത്തിക്കൊണ്ടാണ് തിരുവല്ല നിയോജക മണ്ഡലം പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് LDFിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ തുടർച്ച ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് നോക്കിക്കാണാം. നമ്മളോടൊപ്പം ചേരുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തിരുവല്ല LDFിന്റെ കൺവീനറും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് R സനൽകുമാറാണ്. എങ്ങനെയാണ് സഖാവേ നമ്മുടെ ഇപ്പോൾ ഈ ഇലക്ഷനെ നമ്മൾ നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് തിരുവല്ല നിയോജക മണ്ഡലം? തിരുവല്ല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് 2006 മുതൽ ഈ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ്. 2006 മുതൽ 25 വർഷക്കാലമായി മാത്യു ടി തോമസ് ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. 2011 പുനഃസംഘടിക്കപ്പെട്ട കല്ലുപ്പാറ നിയോജക മണ്ഡലത്തിന്റെ ഭാഗങ്ങളും കൂടി ചേർന്നുള്ള ഈ നിയോജക മണ്ഡലം ഉണ്ടാവുന്നത്. ആ കല്ലുപ്പാറ നിയോജക മണ്ഡലത്തിന്റെ ഭാഗം കൂടി വന്നതോടുകൂടി കുറച്ചുകൂടി സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ആദ്യത്തെ തവണ തന്നെ നല്ല ഭൂരിപക്ഷത്തിലാണ് മാത്യു ടി തോമസ് ഇവിടെ വിജയിച്ചത്. പിന്നീട് ഓരോ തവണയും അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ കാര്യം ഉൾപ്പെടെ 2006 അദ്ദേഹം VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നു. 2016 പിണറായി വിജയൻ ഗവൺമെന്റിനോടൊപ്പം മന്ത്രിയായിരുന്നു. അദ്ദേഹം ആദ്യമായി MLA ആകുമ്പോൾ VK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് 1987. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും പരിചയവും ദീർഘനാളായി പൊതുരംഗത്തെ രാഷ്ട്രീയ നേതൃത്വമായി നിന്ന് വളരെ പക്വതയുള്ള സൗമ്യമായ അദ്ദേഹത്തിന്റെ രീതികളും അഴിമതി രഹിതമായിട്ടുള്ള പൊതുപ്രവർത്തനവും എല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് മാത്യു ടി തോമസിന് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം ഞങ്ങളുടെ ജോസ് കെ മാണി പങ്കെടുത്ത വികസന മുന്നേറ്റ ജാഥ വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ആ ജാഥയുമായി ബന്ധപ്പെട്ട് വന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ജനമുന്നേറ്റമാണ് ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ തുടരണം. ഇവരെ പോലുള്ള നേതാക്കന്മാർ വീണ്ടും ജനനേതാക്കന്മാരായി നിന്ന് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവണം. അതിന്റെ അടിസ്ഥാന കാരണം ജനങ്ങൾക്കുണ്ടായ ബോധ്യമാണ്. 1850 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിൽ വന്നിട്ടുള്ളത്. 2006 അദ്ദേഹം MLA ആയി വന്ന വീണ്ടും മന്ത്രിയും MLAയുമായി VS ഗവൺമെന്റിന്റെ ഭാഗമായി വന്നപ്പോഴാണ് വർഷങ്ങളായി നടക്കാതിരുന്ന 16ഓളം പാലങ്ങളാണ് ആ ഒരൊറ്റ ഗവൺമെന്റിൽ തന്നെ തീരുമാനമായത്. പിന്നീട് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭാഗമായി വന്നപ്പോഴേക്കും തുടക്കത്തിൽ തന്നെ ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനങ്ങൾ ഏറ്റെടുത്തു. 6 നിലയിലുള്ള കെട്ടിടമായി തിരുവല്ല ഗവൺമെന്റ് ആശുപത്രി ഉയർത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ BMBC നിലവാരത്തിലുള്ള റോഡുകൾ ഈ നിയോജക മണ്ഡലത്തിൽ 2006 ശേഷം, പ്രത്യേകിച്ചും 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ കുറെ കൂടി നേർബോധ്യങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ബോധ്യപ്പെട്ടത്. അമ്പലപ്പുഴ തിരുവല്ല റോഡ്, അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ലയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള റോഡുകൾ, ശ്രീവല്ലഭ ക്ഷേത്രത്തിന് സമീപത്തു കൂടിയുള്ള റോഡ്, ഇടിഞ്ഞിലത്ത് അഴിയർത്തിയറ നേപ്രാൾ റോഡ്, അത് കിടങ്ങറ വരെ പോകുന്നതാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ അങ്ങേയറ്റം. അതുപോലെ തന്നെ ഈ കാർഷിക മേഖലയുമായി ചേർന്നുള്ള ഒട്ടേറെ അനുബന്ധ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജലസേന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടന്ന ധാരാളം നഗരത്തിലെ തന്നെ ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും പ്രയോജനപ്പെടുന്ന തിരുമലപുരത്ത് ആരംഭിച്ച കുടിവെള്ള പദ്ധതി, നമ്മുടെ ബൈപ്പാസ്, തിരുവല്ല ബൈപ്പാസ് മുടങ്ങിക്കിടന്ന ബൈപ്പാസാണ്. ആ ബൈപ്പാസ് അതിന്റെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ അദ്ദേഹം MLA, അതിന്റെ ചില പരിമിതികൾ അതിനുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കാനൊക്കെ ചില തയ്യാറാകുന്നുണ്ടെങ്കിലും ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നത് G. സുധാകരൻ എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ ബൈപ്പാസ് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്ത് യാഥാർത്ഥ്യമാക്കുക. പറയട്ടെ, ഈ ടൈമില് അദ്ദേഹം നിൽക്കുന്നില്ല എന്നുള്ള ഒരു മാധ്യമങ്ങൾ കൂടിയുള്ള ഒരു വാർത്ത വന്നിരുന്നു. അതിനുശേഷം പാർട്ടി ഈ സീറ്റ് എടുക്കുക എന്നുള്ളൊരു, അത് രണ്ടിനെയും കുറിച്ച് അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴാണെങ്കിലും തുടർച്ചയായ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആരോടെങ്കിലും അങ്ങനെ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത് തുടർച്ചയായി ജനതാദൾ മത്സരിക്കുന്ന നിയോജക മണ്ഡലമാണ്. ജനതാദളിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. മാത്യു ടി തോമസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി വരാനില്ലെന്നാണ് ഞങ്ങളുടെ LDFന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായം. അദ്ദേഹം മത്സരിക്കാന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അത് ജനതാദളിനാണ് ഈ സീറ്റ് എന്നുള്ള നിലത്താണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റക്കയറ്റങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിൽ സജീവമായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
അതനുസരിച്ച് തീർച്ചയായിട്ടും വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാരിന്റെ ഉറപ്പായും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും ആ ഗവൺമെന്റിന്റെ നേതൃത്വമായി മാത്യു തോമസ് ഉൾപ്പെടെ ഉണ്ടാകണമെന്നുമാണ് തിരുവല്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തിരുവല്ലയിലെ ജനങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഇപ്പൊ ഞങ്ങള് 16, 17, 18 തീയതികളിൽ മാത്യു തോമസ് MLA നയിക്കുന്ന ജാഥ, നിയോജകമണ്ഡലം ജാഥ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളെല്ലാം ശബരിമല ഉൾപ്പെടെയുള്ളതെല്ലാം ജനങ്ങൾ മറക്കും. അതല്ല ഇപ്പത്തെ അവർക്ക് തന്നെ വിവരങ്ങളായി വന്നിരിക്കുന്നല്ലോ. പോറ്റിയെ കയറ്റിയതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ അടൂർ പ്രകാശും ആന്റണിയും അടങ്ങുന്ന ഈ ജില്ലയിലെ തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വമാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ടൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്കെതിരായി ഈ പാരഡി ഗാനങ്ങളും ആക്ഷേപ ഗാനങ്ങളും ഒക്കെ അവതരിപ്പിച്ച് ഇപ്പൊ അവർക്ക് തന്നെ വിവരങ്ങളായിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ പോറ്റി അവിടെ കയറ്റുന്നത് ആരാണ്? KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് കയറ്റുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അടൂർ പ്രകാശ് അടക്കമുള്ള മന്ത്രിമാർ, ശിവകുമാർ അടക്കമുള്ള മന്ത്രിമാർ, പ്രയാർ കോർപ്പറേഷൻ ദേവസ്വം ബോർഡ് ആ സമയത്താണ് പോറ്റിക്ക് എല്ലാ തരത്തിലുള്ള അവസരവും പോറ്റിക്ക് ആ ക്ഷേത്രത്തിന്റെ ഭരണനിയന്ത്രണം അടക്കം കൊടുക്കുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ LDF ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണ്? ആരുടെ ഭരണത്തിലായാലും ആരുടെ സമയത്തായാലും അയ്യപ്പന്റെ ഒരു പൊന്ന് ആരെങ്കിലും കെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കണം. അതില് രാഷ്ട്രീയ ഭേദമില്ലാത്ത നിലപാടാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഞാൻ ഒരു കാര്യം ഉറപ്പായി പറയുന്നു, പിണറായി വിജയൻ അല്ലായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ കോടതിയുടെ മുമ്പിലേക്ക് വിഷയം എത്തുന്നത്. അപ്പോഴാണല്ലോ കോടതി പറഞ്ഞത് സമഗ്രമായിട്ട് എല്ലാം അന്വേഷിക്കണം, നിങ്ങൾ ഒരു നല്ല ടീമിനെ ഉണ്ടാക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കോടതി നിർദ്ദേശിച്ചനുസരിച്ചുള്ള ടീമിനെയാണ്. ഒരു ഘട്ടത്തിൽ പോലും കോടതിയുടെ അന്വേഷണത്തെ ആദ്യം സ്വാഗതം ചെയ്ത പ്രതിപക്ഷം ഇപ്പൊ അവർക്കെതിരെ വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് കോടതിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് CBI വിശ്വാസമായി. അവരുടെ രാഷ്ട്രീയ നേതാക്കൾ സോണിയാഗാന്ധി അടക്കം ജയിലിലടക്കാൻ കൂട്ടുനിൽക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇപ്പൊ സതീശൻ ഇവിടെ സ്വീകരിക്കുകയാണ്. ഇതിന്റെ വിരോധാഭാസമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇതുപോലെ കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എല്ലാം ഇതുപോലെ തന്നെ കള്ളങ്ങളെല്ലാം പ്രചരിപ്പിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന്റെ അപ്രഹാരം ഉണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി അതെല്ലാം മനസ്സിൽ വെച്ച് നല്ലവണ്ണം ഗൃഹപാഠം ചെയ്ത് നല്ല നിലയ്ക്കുള്ള സംഘടനാ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ LDF ഗവൺമെന്റ് പ്രവർത്തനത്തെ പറ്റി ഒരു സ്ഥലത്ത് പോലും മതിപ്പ് കുറവില്ല. വീണ്ടും ഇതുപോലെയുള്ള പ്രത്യേകിച്ച് ഈ സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 35 ലക്ഷം സ്ത്രീകൾക്ക് ഇപ്പോൾ 1000 രൂപ നൽകിയത്, അംഗനവാടി ആശാവർക്കർമാർക്ക് വേണ്ടി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ BJPയുടെ ഗവൺമെന്റ് എന്തെങ്കിലും പൈസ കൊടുത്തോ? ഇവർ സമരം ചെയ്യുകയും ഇല്ലാത്ത കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമില്ലേ? അതിപ്പോ തൊഴിലുറപ്പ് പദ്ധതി അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചപ്പോൾ 1000 കോടി രൂപ വെച്ചുകൊണ്ട് നിങ്ങളുടെ പദ്ധതി ഞങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിലും ഞങ്ങൾ തൊഴിലുറപ്പുമായി മുന്നോട്ട് പോകുന്ന ഒരു ധനമന്ത്രി പ്രഖ്യാപിച്ച ഇന്ത്യ വേറെ എവിടെ ഉണ്ട്? അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ജനങ്ങളുടെ നേർബോധ്യങ്ങൾ ഇടതുപക്ഷത്തിന് ഉറപ്പായും അനുകൂലമായിട്ട് വരും. അത് വികസന മുന്നേറ്റ ജാഥയെ ജനങ്ങളുടെ പിന്തുണ കണ്ടു. ഇപ്പൊ MLAയുടെ നേതൃത്വത്തിൽ നയിക്കാൻ പോകുന്ന ജാഥയെ ജനങ്ങൾ സ്വീകരിക്കും. നല്ല രീതിയിൽ ഇടതുപക്ഷത്തെ കേരളം നെഞ്ചേറ്റും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. തിരുവല്ലയിലും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് MLA തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് കൺവീനർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല. BJPയെ സംബന്ധിച്ച് ഒരു കാര്യം പറയാനുണ്ട്. BJPയുടേതാണെന്ന് പറഞ്ഞൊരു സ്നേഹിതൻ ഇപ്പോഴേ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹം പണം കൊടുത്തൊരു കൂപ്പൺ കൊടുത്തുകൊണ്ട് ഇപ്പോഴേ വോട്ട് പിടിക്കുക. അദ്ദേഹത്തിൻ്റെതായ അച്ചടിച്ച കൂപ്പണുകൾ കൊണ്ടുവന്ന് ചില കടകളിൽ കൊടുക്കുന്നു, ചില സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ പണം കൊടുത്ത് വോട്ട് പിടിക്കുന്ന UP മോഡൽ അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ ഈ കേരളത്തിൽ കൊണ്ടുവരികയാണ്. അതുപോലെ ചില ഉത്സവങ്ങൾക്കെല്ലാം ദൈവം താഴെയാണ്, മേലിൽ നരേന്ദ്രമോദിയും ഇവിടെ BJP മത്സരിപ്പിക്കുന്നു എന്ന സ്ഥാനാർത്ഥിയുടെയും പേര് വെച്ചിരിക്കുക. ഇങ്ങനെ BJPയും ഇത്തരത്തിലുള്ള കാപട്യങ്ങളും കള്ളത്തരങ്ങളും എല്ലാം ഇത്രയും ജനവഞ്ചന കേരളത്തോട് കാണിച്ചിട്ട് ഈ തിരുവല്ലയിൽ വന്ന് ചെയ്യാൻ, തിരുവല്ലയിൽ എവിടെങ്കിലും BJPയുടെ സമൂലമായിട്ട് എന്തെങ്കിലും ഒരു സേവനം ഉണ്ടായെന്ന് പറയാൻ പറ്റുമോ? തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് വേണ്ടി BJPയുടെയും കോൺഗ്രസിന്റെയും ഗവൺമെന്റുകൾ കാണിച്ച കൊള്ളരായ്മയ്ക്കെതിരെ ശക്തമായ സമരം ഞങ്ങൾ നടത്തി. CS സുജാത MP ആയിരുന്നപ്പോൾ വന്ന പദ്ധതിയാണ് ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലും ആകെയുള്ള റെയിൽവേ സ്റ്റേഷൻ പോലും ശരിയായിട്ട് നവീകരിക്കാൻ പറ്റുന്നത്. ഇനി BJP വലിയ ഭക്തിയുടെ ആളുകളാണെന്ന് ശബരിമലയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ അന്തരീക്ഷം അനുസരിച്ച് അവിടെ വരുന്ന ഭക്തർക്ക് ഒരു 10,000 ടോയ്ലറ്റ് എങ്കിലും വേണം. അവിടെ 1000-1500 ടോയ്ലറ്റാണ് ഇപ്പോൾ ഉള്ളത്. ശൗചാലയങ്ങൾ പണിയുന്നതിന് വേണ്ടിയെങ്കിലും ഇച്ചിരി വനഭൂമിയോ ഇച്ചിരി സ്ഥലമോ വിട്ടുതരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവണ്ടേ? എരുമേലി വിമാനത്താവളം പോലും മുടക്കുന്നതിനാണ് നിൽക്കുന്നത്.
അപ്പൊ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയ്ക്ക് യാതൊരു പരിഗണനയും കേന്ദ്ര ഗവൺമെന്റുകൾ BJPയുടെയും തന്നിട്ടില്ല, കോൺഗ്രസിന്റെ MP ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഇതിനെല്ലാം ഉള്ള ജനങ്ങളുടെ ശക്തമായ പ്രതികരണം തിരുവല്ലയിൽ വോട്ടായി പ്രതിഫലിക്കുമെന്നാണ് LDFന്റെ കൺവീനർ കൂടിയായുള്ള അഡ്വക്കേറ്റ് R. സനൽകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.